കണ്ട ലോകം എന്ന യൂട്യൂബ് ചാനലിലെ ബി വിത്ത് ബീന എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 4 പേരോടൊപ്പമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട എന്ന് പറയുമ്പം നമ്മൾ കടന്നു പോകുന്ന, നമ്മുടെ സമൂഹം കടന്നു പോകുന്ന, സംസ്ഥാനവും രാജ്യവും ഒക്കെ കടന്നു പോകുന്ന ഒരു വലിയ പ്രശ്നത്തെ അവരുടേതായ രീതിയിൽ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന 4 പേർ. ബാല, രേഖ, ഷിറാസ്, ബ്രഹ്മപുത്രൻ. ഇവർ വൃദ്ധർക്ക് വേണ്ടി അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചെറുപ്പക്കാരാണ്, പക്ഷേ അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചിരിക്കുന്നതുമൊക്കെ വയസ്സാകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് നാളായി കേൾക്കുന്നതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വൃദ്ധർ മാത്രമാകുന്നൊരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ഇതിലേക്ക് വളരെ നൂതനമായ ഒരു സംരംഭവുമായിട്ടാണ് ഇവർ കടന്നു വന്നത്. എലൈവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ പുളിയറക്കോണത്ത് റെയിൻബോ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു റിട്ടയർമെൻറ്റ് വില്ലേജ്. ബ്രഹ്മപുത്രൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വയസ്സായവരെ കുറിച്ചുള്ള ചിന്തയിലേക്ക് വരികയും ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും ചെയ്തത് എന്നൊന്ന് പറയാമോ? ഞങ്ങൾ 2015 അലൈവ് എന്ന് പറയുന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. അലൈവ് എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ഒരു ഫുൾ ഫോം ലോപിച്ചതാണോ? അല്ല, അലൈവ് എന്നുള്ള ബ്രാൻഡാണ്. അതിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ആഡിങ് ലൈഫ് ടു ഏജ്. ഓക്കെ, പ്രായത്തിനേകുന്നു പുതുജീവൻ. ഒരു ആശയത്തോടു കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് ഞങ്ങളൊരു 4 വെർട്ടിക്കലായിട്ടാണ് തുടങ്ങിയത്. ഒന്നെന്ന് പറയുന്നത് അലൈവ് ഹോം സൊല്യൂഷൻസ്, അതായത് പല പ്രായമായവരും അവരുടെ വീടുകളിൽ ഒരു വീഴ്ചയിൽ കൂടി വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് പല അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ പല വീഴ്ചകളും അവരുടെ വീടുകളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം എൽഡേഴ്സിന്റെ വീട് സേഫ് ആക്കി കൊടുക്കുന്ന ഒരു ഉദ്യമമായിട്ട് അലൈവ് ഹോം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരു 500ഓളം വീടുകൾ എൽഡർ ഫ്രണ്ട്ലി ആക്കി കൊടുത്തു. പിന്നെ അതായത് അവർക്ക് ഇപ്പൊ ടോയ്ലറ്റിലും എല്ലായിടത്തും പിടികളൊക്കെ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടോയ്ലറ്റ് റേസേഴ്സ്, അങ്ങനെ പല പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ആ വീട്ടിൽ ഒരു എൽഡർ ഫ്രണ്ട്ലി ആക്കി കൊടുക്കുന്നു. അല്ല, ഇതിങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ കാര്യം എന്താണ്? നിങ്ങൾ ചെറുപ്പമായിരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് വയസ്സായവരെ കുറിച്ച് ചിന്തിച്ചു? ഇതൊരു ഞങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരു സത്യം പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് നോ ബ്രെയിനർ ആയിരുന്നു. കാര്യം ഇപ്പം ഞാൻ ചെന്നൈയിലാണ്, അതേമാതിരി എൻ്റെ പല ഫ്രണ്ട്സും തിരുവനന്തപുരത്തില്ല. അപ്പം ഞങ്ങൾ പാരൻസിൻ്റെ അടുത്തില്ലാത്തവർക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നി അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഡിപ്പെൻഡൻറ്റ് ലീവിങ്ങിനെ ആശ്രയിച്ചിരിക്കുകയാണ്. കാര്യം എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണം എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ എല്ലായിടത്തും ഉള്ളത്. ഞങ്ങൾ അതിൽ നിന്നും ഈ എൽഡേഴ്സിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലീവിങ്ങിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള ഒരു ആശയമായിട്ടാണ് അലൈവ് എന്നുള്ള സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഒന്ന് ഹോം സൊല്യൂഷൻസ്, പിന്നെ ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടായിരുന്നു എൽഡർ കെയർ പ്രോഡക്ട്സ് മാത്രമായിട്ട്. ഇവരെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവരെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള പ്രോഡക്ട്സ്, അതിൽ ഉതകുന്ന പ്രോഡക്ട്സ് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് അലൈവ് കാർട്ട്. മൂന്നാമത് ഞങ്ങൾക്കൊരു സോഷ്യൽ വെർട്ടിക്കൽ ഉണ്ടായിരുന്നു അലൈവ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് പാലിയേറ്റീവ് കെയറും അങ്ങനത്തെ സോഷ്യൽ ഇൻ്റർവെൻഷൻസ്. അതായത് നമ്മളിപ്പം പലർക്കും കുട്ടികൾക്കുള്ള കടയുണ്ട്, കുട്ടികൾക്കുള്ള കിൻഡർ ഗാർഡൻ ഉണ്ട്, കുട്ടികളെ നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വയസ്സായി വരുന്നവർക്ക് വേണ്ടിയുള്ള അത്തരത്തിലുള്ള പ്രോഡക്ട്സോ സർവീസസോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. അതേസമയം നമ്മൾ അവരുടെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം ഓൾമോസ്റ്റ് 16% എൽഡർലി പോപ്പുലേഷൻ. അടുത്ത ഒരു 5 വർഷത്തിൽ ഇതൊരു 20% എത്തും. ഈ 20% എത്തുമ്പോൾ 4-ൽ 1 90 വയസ്സ് വരെ ജീവിക്കും. അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം 35-40 വർഷം നമ്മൾ ജീവിക്കാൻ പോവുകയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് യാതൊരു പ്ലാനിങ്ങും ഒന്നും നമ്മുടെ സംസ്ഥാനത്തിനും ഇല്ലല്ലോ. സംസ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിന്തിച്ചു വരുന്നുണ്ട്. പക്ഷെ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൽഡർ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം. പെർസെൻറ്റേജ് വൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നാഷണൽ ആവറേജ് ഒരു 9.5% ഇരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആവറേജ് 16%. അപ്പോൾ ഇതൊരു നീഡാണ്. ഇത് ആരും കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു അമേരിക്കയിലെ ഇത് സിൽവർ സുനാമി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കുറേ വൃദ്ധർ നമ്മൾ ചുറ്റുമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവരെങ്ങനെ നോക്കണമെന്നുള്ളൊരു സിസ്റ്റമോ പ്രോസസ്സോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഇല്ല. അപ്പോൾ ഇതൊരു പ്രൈവറ്റും ഗവൺമെന്റും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു സെക്ടർ, വലിയൊരു ഇഷ്യൂ ആണ്. നാലാമത്തെയാണ് ഞങ്ങൾ റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി അലൈവ് ലൈഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുളിയറക്കോണത്ത് ഇവിടെ ഒരു 73 യൂണിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷമായി ഓപ്പറേഷനലൈസ് ചെയ്തിട്ട്. നിങ്ങൾ എന്തൊക്കെ തരം ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത് ഇവിടെ? ശരിക്കും ആദ്യമായി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു താല്പര്യങ്ങളും ഇത് മിക്കവാറും സംഭവിക്കുന്നത് വെച്ചാൽ റിട്ടയർമെൻറ്റിന് മുമ്പ് നമ്മൾ റിട്ടയർമെൻറ്റ് അടുക്കുമ്പോഴത്തേക്കും അവരുടെ കരിയറിന് ഡെവലപ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിരിക്കും അവർ നിൽക്കുന്നത്. അതൊരു കാലഘട്ടം
പഠനത്തിനാണെങ്കിൽ പിന്നെ ഇത് കുടുംബത്തിന് പിന്നെ കരിയർ ഡെവലപ്മെൻറ്റിനും ഒക്കെ ആയിട്ട് ചിലവഴിച്ച് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് എത്തുമ്പോഴത്തേക്കും അവർക്കുള്ള ആഗ്രഹങ്ങളും അവർക്കുള്ള താല്പര്യങ്ങളും മുൻതൂക്കമുണ്ടായിരുന്ന മറ്റു കാര്യങ്ങളും എല്ലാം വിട്ട് ഒരു എന്താണ് മരണത്തിലേക്ക് ഉള്ള യാത്ര പോലെയാണ് റിട്ടയർമെൻറ്റിനെ കാണുന്നത്. അതിലൊരു വലിയ കാര്യം പറയാനുള്ളത് 78 ലൈഫ് എക്സ്പെക്റ്റൻസി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 78 വയസ്സ് ലൈഫ് എക്സ്പെക്റ്റൻസി. അമേരിക്കയുടെ പോലും 76.4 ഉള്ളൂ. അപ്പോൾ ഇത്രയും ലൈഫ് എക്സ്പെക്റ്റൻസി നിൽക്കുമ്പോഴും ജപ്പാനൊക്കെയാണ് ഇതിന് മുമ്പിലുള്ളത്. ലൈഫ് എക്സ്പെക്റ്റൻസി നിൽക്കുമ്പോഴും സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പെൻഷൻ പ്രായം ഇപ്പോഴും നിൽക്കുന്നത് 55-ലാണ്. ഇത് കേന്ദ്ര ജീവനക്കാരുടെയാണ് ഇത്തിരിയെങ്കിലും മുന്നോട്ടുള്ളത്. എന്നാലും പ്രൊഫസേഴ്സിൻ്റെ പോലും നമുക്ക് ഇത് പ്രൊഫസർ എമറിറ്റസ് അതുപോലെയുള്ള സംഗതികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ശരിക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ 78 55 വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞ് വൃദ്ധരെന്ന് വിളി കേൾക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ മുതൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉപയോഗിക്കേണ്ട, ഇപ്പോൾ ഉദാഹരണത്തിന് ബസ് ഉപയോഗിക്കണമെങ്കിൽ ബസ്സിന് ഇവർക്ക് കയറാനുള്ള ഡിഫറെൻ്റ് ഏബിൾഡും എൽഡേഴ്സിനും കയറാനുള്ള സംവിധാനങ്ങൾ വേണം. ട്രാഫിക്കിൽ നോക്കുവാണെങ്കിൽ സിഗ്നൽ ലൈറ്റിൽ ബീപ്പ് ടോണും അതുപോലെ ഇത് ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്ന ഒഴിവാക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാകുകയും അതോടൊപ്പം ആക്റ്റീവായിട്ടും സക്സസ്ഫുള്ളായിട്ടും എങ്ങനെ ഏജിങ് കൊണ്ടുപോകാമെന്നുള്ളൊരു പുതിയ രീതിയും കാഴ്ചപ്പാടും ഉണ്ടായെങ്കിൽ മാത്രമേ ഈ 90 വയസ്സ് വരെയും 95 വയസ്സ് വരെയും ജീവിച്ചിരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. നമ്മളുടെ കുട്ടികൾ 25 വയസ്സിനും 30 വയസ്സിനും ഉള്ള ഇടയ്ക്കുള്ളവരെല്ലാം 100 വയസ്സിന് മുകളിൽ ജീവിക്കാൻ പോവുകയാണ്. അതായത് അവർ കല്യാണം കഴിച്ച പാർട്ട്ണറുമായിട്ട് 75 വർഷം വിവാഹ ജീവിതം നയിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമുക്ക് നീങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അവർക്കുള്ള അഭിലാഷങ്ങൾ മുമ്പുണ്ടായിരുന്ന എന്തായിരുന്നു അത് മനസ്സിലാക്കുകയും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആക്റ്റീവായിട്ടൊരു ഏജിങ്ങിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാലസുബ്രഹ്മണ്യം, ഈ ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഓൾറെഡി സ്റ്റിഗ്മറ്റൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയാണ് വൃദ്ധരെക്കുറിച്ച്. അപ്പോൾ ഇതിനകത്തേക്ക് പല തരത്തിലുള്ള ശ്രദ്ധ ആവശ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇത് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തിക്കുകയും ഇത്രയും ഒരു സക്സസ്ഫുൾ ആക്കുകയും ചെയ്തത്? ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എൽഡേഴ്സ് ആർ ടെക് സാവി. ടൈംസ് ആർ ചേഞ്ചിങ്, എൽഡേഴ്സ് ഹാവ് ബിക്കം വെരി ടെക് സാവി. എങ്കിൽ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ എൽഡേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈസിയർ ടു റീച്ച് ദം ഓൺലൈൻ. അതൊരു ശരിക്കും ഒരു പുതിയ അറിവാണ്. അത് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് മോർ സിമ്പിൾ, മോർ ഈസി. കുറച്ചുകൂടെ ഒരു ഈസിയർ മെസ്സേജ് ആയിട്ട് ഇഫ് യു ക്യാൻ സെൻഡ് ഇറ്റ്, പീപ്പിൾ ആർ ഓൾവേസ് വില്ലിംഗ് ടു ലിസൺ ആൻഡ് ടേക്ക് ഇറ്റ്. വി ഹിയർ ഇൻ അലൈവ് വി ബിലീവ് ദാറ്റ് not only in marketing but everywhere we have to use technology more and more so that we have a complete panic alarm system which is all automated. ഒരു automated ഒരു CCTVs ഇതുണ്ട്, കംപ്ലീറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം ഉണ്ട്. ഇത് ഒരു ഈസ് ഓഫ് ലൈഫുക്കുரிய ഒരു ടെക്നോളജി ബേസ്ഡ് ഒരു സൊസൈറ്റി ആയിട്ട് വി ഹാവ് made it so that you should not feel that technology is intrusive. So without being intrusive, it is there, it is in the back end, nobody can see it in the front. Okay, but idu life ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, രേഖ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ വില്ലേജിനകത്ത്? ആക്ച്വലി ചേച്ചി, ഇവിടെ വന്നിട്ടുള്ളവർ അവരുടെ ലൈഫ് കഴിഞ്ഞു എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ അവരെ കൂടുതലും ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അപ്പം നമുക്ക് ആ ചെറുപ്പത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്യാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ കാണും. ലൈക്ക് അവർക്ക് ഇൻബോൺ ടാലൻ്റ് ഉണ്ടായിരിക്കും, പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റി. അതിനെയൊക്കെ കുറേ കൂടെ ഒക്കെ ഞങ്ങളും കൂടെ പുഷ് ചെയ്ത് മാക്സിമം അവരുടെ ആ ഒരു ടാലൻസിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ എന്നും യോഗയുണ്ട് ഈവനിങ്ങിൽ, പിന്നെ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നിങ്ങൾ ട്രാവലൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, മന്ത്ലി വൺസ് പുറത്ത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇപ്പം അവർക്ക് ഇവിടെ താമസിക്കുമ്പോൾ തന്നെ അവരുടേതായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുമോ?
ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇല്ല, ഒരു വീട്ടിൽ നമ്മളൊരു വില്ലായി താമസിക്കുന്ന പോലെ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവരവരുടെ വീടാണ്, അവരവർ ഓൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റെന്റിനാണോ. പക്ഷെ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ ഹെൽപ്പോ വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ തരം ഫെസിലിറ്റീസാണ്, ഭക്ഷണം അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ കോമൺ ഫെസിലിറ്റി ഏരിയ നടുക്കായിട്ട് വരും. അതിന് ചുറ്റമായിട്ടാണ് വില്ലാസും അപ്പാർട്ട്മെന്റ്സും. അപ്പോൾ ആ കോമൺ ഫെസിലിറ്റി ഏരിയയിൽ കോമൺ ഡൈനിങ് ഉണ്ട്, നഴ്സിംഗ് സെന്റർ, ആക്ടിവിറ്റി റൂംസ്, ജിമ്മ്, സലൂൺ, ലൈബ്രറി, പൂള്. അപ്പോൾ ഇവർക്ക് ഇപ്പം നിങ്ങൾ ഏത് പ്രായക്കാരെയാ, ഏത് പ്രായം മുതൽ ഇവിടെ വരാൻ പറ്റും? 50 വയസ്സിന് മുകളിലുള്ള 50 വയസ്സ്. ഓക്കെ, പ്രൈമറി റെസിഡന്റ് ആയിട്ട് 50 വയസ്സിന് മുകളിലുള്ള ആള് വേണം. ഓക്കെ ഓക്കെ, അതാണ് നിങ്ങൾ എടുക്കുന്നത്. ഫുഡെല്ലാം നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും വേണമെങ്കിൽ? അല്ല, അവരവരുടെ യൂണിറ്റിൽ വേണമെങ്കിൽ ചെയ്യാം. അത് ഇൻഡക്ഷൻ കുക്കിംഗ് ചെയ്യാം. അത് എൽഡേഴ്സ് ആയതുകൊണ്ട് ഗ്യാസ് കുക്കിംഗ് റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ കോമൺ ഡൈനിങ് ഉണ്ട്. അവിടുന്ന് അവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ അലാക്കാട്ടുണ്ട്, ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് മെനു അവർ കൂടെ ഇരുന്നിട്ടാണ് ആ മെനു നമ്മൾ തീരുമാനിക്കുന്നത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ ദിവസവും വൈകുന്നേരം ആ കോമൺ ഏരിയയില് യോഗയുണ്ട്. അത് കഴിയുമ്പോൾ ഓപ്പൺ മൈക്ക് എല്ലാ തേർഡ് സാറ്റർഡേ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ്. അപ്പൊ ഈ എക്സ്പീരിയൻസ് ഇപ്പൊ 2 വർഷമായി. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത്, ആളുകളുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു മോഡലായി നമ്മൾ എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് എൻഗേജ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു മെയിൻ ആസ്പെക്ട് പലരും മിസ് ചെയ്യുന്നത്, ഒരു റിട്ടയർമെന്റിന് ശേഷം രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നു. ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് റിസർച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് മിക്കവാറും 80% ആൾക്കാരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ജീവിത രീതിക്കകത്ത് നമ്മുടെ ബ്രെയിനിന്റെ 40 to 50% മാത്രമേ യൂസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു കോഗ്നിറ്റീവ് ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്കൊരു റിട്ടയർഡ് ലൈഫിൽ ആവശ്യം. അതായത് നമുക്ക് സോഷ്യൽ കണക്ട് വേണം, ആൾക്കാരുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഇവരായിട്ട് നമ്മൾ പറയുന്ന ഒട്ടും ചെലവില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും ആരെങ്കിലും സംസാരിക്കുക. ഇപ്പൊ പലയിടത്തും ലോൺലിനെസ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അതെ, ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ലോകം തന്നെ നേരിടുന്ന വൃദ്ധര് നേരിടുന്ന. ഇപ്പം ഇന്നലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചിയാണ്, അവർ എന്നോട് പറഞ്ഞതാണ്, ഒറ്റയ്ക്ക് താമസിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. ആരെങ്കിലും ഒരു കമ്പനി. അപ്പം നമ്മുടെ ഇവിടെ ഒരു റീമാരേജ് പോലും ഒരിക്കൽ നമ്മൾ വളരെ സ്റ്റിഗ്മയുള്ളൊരു സൊസൈറ്റിയാണ്. ഒരാൾ ഒരു 60 വയസ്സിലോ 70 വയസ്സിലോ ആൾക്കൊരു അല്ല, ശരിക്കും ഒറ്റയ്ക്ക് ഒരു റീമാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്പാനിയൻഷിപ്പ് പോലും നമ്മൾ ഭയങ്കര ഒരു സ്റ്റിഗ്മയായിട്ട് കാണുന്ന ഒരു സമൂഹമാണ്. അപ്പം അവിടെയാണ് ഇത്തരം ഇൻ്റർവെൻഷൻസ് സമൂഹത്തിൻ്റെ, നമ്മുടെ പ്രൈവറ്റ് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരം ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഗവൺമെൻറ് ഞങ്ങളുമായിട്ട് ഇപ്പം ഇൻട്രാക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ പുതിയ അസോസിയേഷൻസ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ തന്നെ സ്ലാക്ക് എന്ന് പറയുന്ന അസോസിയേഷൻ, സീനിയർ ലിവിംഗ് അസോസിയേഷൻ ഓഫ് കേരള, കേരളത്തിലുള്ള എല്ലാ റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റീസിന്റെയും പ്രൊമോട്ടേഴ്സ് ചേർന്നിട്ടുള്ള അസോസിയേഷൻ. നമ്മൾ ഗവൺമെന്റുമായിട്ട് ഇപ്പം നിരന്തരം ഇപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പ് അലൈവിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഈ എൽഡേഴ്സിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെല്ലാം പ്രോഡക്ട്സും സർവീസസും ചെയ്യാമെന്നുള്ളത് അതൊരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് CML ഓഫീസിൽ നിന്നുള്ള ഒരു ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനൊരു വർക്ക്ഷോപ്പ് നടത്തിയത്. അപ്പം ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഈ ലോൺലിനെസ് എന്ന് അവർ പറയുന്നത്, ലോൺലി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന എഫക്റ്റ് ആണ് ബോഡിക്ക് വരുന്നത്. അപ്പം ദിസ് വിൽ ലീഡ് ടു സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഇഷ്യൂസ്. ഇതാണ് നമ്മൾ കാണാണ്ട് പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ 4ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ റിട്ടയർ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും, എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുക. അതാണ് ഒരു പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജിങ് എന്ന് പറയുന്നത്. ഇത് ഇത്തരം നിങ്ങളുടെ പോലത്തെ പ്രൈവറ്റ് ഇതിൽ വരുമ്പോൾ അത് അഫോർഡ് ചെയ്യാനുള്ള വിഷമം കാണും, എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ഗവൺമെന്റിന് തന്നെ ഇതൊരു മോഡലായി സ്വീകരിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഇത്തരം സെന്ററുകൾ തുടങ്ങുക. പിന്നെ പകൽ വീടുകൾ പോലെയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വന്നെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള അത്തരം ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ശരിക്കും പോകേണ്ടതുണ്ട് അല്ലേ? ശരിക്കും നമ്മുടെ ഈ വാർദ്ധക്യത്തെ കൂടുതൽ ഉല്ലാസപ്രദമാക്കാനും അല്ലെങ്കിൽ ആനന്ദപ്രദമാക്കാനുമുള്ള ഒരു സ്വഭാവം നമുക്ക് വരണം സമൂഹത്തിന്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിനെന്ന് വിചാരിക്കുന്നു? ഈ മോഡലിനപ്പുറത്ത് എനിക്കിപ്പോൾ ഡിമെൻഷ്യയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവെൻഷൻസ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡിമെൻഷ്യയിലും ഓർമ്മക്കുറവുള്ളവർ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? വീടുകളിൽ പോവുക? അത് ആക്ച്വലി നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം
ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ പോയിട്ട്, പിന്നെ ഇവിടെ ആണെങ്കിൽ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഈ പ്രായമായ മീൻസ് പുറത്തു വരാത്ത കുറച്ച് പേര് ഉണ്ട്. അപ്പം അവരുടെ കൂടെ അടുത്ത് പോയിരുന്ന് ജസ്റ്റ് ഒരു ടച്ച് മതി. അപ്പം പോയി കുറച്ചു നേരം ഇരുന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഭയങ്കര റിലീഫാണ്. അത് നമുക്ക് ഇവിടെ തന്നെ അറിയാം. അത് കുറച്ചും കൂടെ പുറത്തോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്തുമായിട്ടല്ലേ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളിപ്പം ഒരു പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. അത് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് മാത്രമല്ല, ഒരു മാസത്തെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൊടുക്കുകയും അതോടൊപ്പം തന്നെ നേഴ്സിൻ്റെയും ഡോക്ടറുടെയും സർവീസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് BPL-ലുള്ള ആൾക്കാരെയാണ് കൂടുതലും നമ്മൾ എത്തുന്നത്. അത് കൂടാതെ ഇപ്പം മറ്റേ ഗവൺമെൻറ് വേണ്ടി തന്നെ പകൽ വീടുകളുടെ അടുത്ത ഒരു മോഡൽ സൃഷ്ടിക്കാനായിട്ട് KDISCO-ആയിട്ട് ചേർന്നൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും അതിനോടൊപ്പം തന്നെ ഒരു സക്സസ്ഫുൾ ഏജിങ്ങിനും. കാര്യം സക്സസ്ഫുൾ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ വളരെ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. കാര്യം റിട്ടയർമെൻ്റ് ആയ ഒരാൾ സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും പിന്നെ അവർ ജീവിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാകുകയോ ഏതെങ്കിലും മത പരിപാടികളുമായിട്ട് അമ്പലങ്ങളുമായിട്ടോ പള്ളിയുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള പരിപാടികൾ ചെയ്താണ് അവരുടെ അവസാന കാലഘട്ടം ചിലവഴിക്കുന്നത്. അത് മാറി ഇതൊരു സെക്കൻഡ് ഇന്നിങ്സ് ഓഫ് ലൈഫാണെന്നും കൂടുതൽ ആക്റ്റീവായിട്ട് ഇത് ശരിക്കും ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു വ്യക്തികളായി മനുഷ്യരായി നമ്മൾ മാറുന്നത്. ഇപ്പൊ എന്റെ തന്നെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ 60 വയസ്സിൽ എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഇത് നിങ്ങളുടെ ഒരു മാധ്യമമല്ലല്ലോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ വളരെ ഇതാണ്. വാക്കുകൾ പോലും ഇപ്പൊ കിളവി വൃദ്ധർ അതെല്ലാം നമ്മളോട് അവര് ഇത് ചെയ്യുന്നത് തന്നെ ശരിക്കും നമ്മള് ഒരു യൂസ്ലെസ്. അപ്പൊ പലപ്പോഴും നമ്മൾക്കിടയൊക്കെ വിചാരം എന്താണ്, ഇവരെക്കാട്ടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ഏജിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അമ്മയ്ക്ക് വെള്ള സാരിയോ അല്ലെങ്കിൽ ലൈറ്റ് കളർ സാരിയോ വാങ്ങേണ്ടിയില്ലായിരുന്നു, ചുവപ്പ് സാരി ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ ആ ഏജിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ മനസ്സിലാവും. പക്ഷെ അതിനൊക്കെ വലിയ വ്യത്യാസം വന്ന് ഈ വസ്ത്രത്തിൽ തന്നെ ഇപ്പൊ ചുരിദാർ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രം സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് പണ്ട് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാൻ മാത്രമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാനും സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ പോകണം, സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകണം. അപ്പൊ അത് ശരിക്കും ചെറുപ്പക്കാരാണ് തുടങ്ങിയതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും റിട്ടയർമെന്റ് ചെയ്ത സുംബയും ഡാൻസ് കളിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുതിയ അവസ്ഥ കേരളത്തിന് ശരിക്കും നമ്മളൊരു മോഡലാക്കി മുന്നിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വൃദ്ധര് വരുന്നു, പിന്നെ നമ്മൾ നേരിടുന്ന അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എനിക്കറിയാം. ഈ ഓർമ്മക്കുറവിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓർമ്മക്കുറവ് ശരിക്കും ഇതിനെ ചെയ്യേണ്ടത് ഈ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് കോഗ്നിറ്റീവ് എക്സസൈസ് ഒരുപാട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇന്ററാക്റ്റീവ് ആകണം. ഇത് വർത്താനം പറയാനുള്ള ആൾക്കാരില്ലാതാവുമ്പോഴാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അറിയാം, റിട്ടയർ ചെയ്തവർ വളരെ പെട്ടെന്നാണ് ഓർമ്മക്കുറവിലേക്കും ഡിമെൻഷ്യയിലേക്കും പോകുന്നത്. പിന്നീട് അത് തന്നെ അൽഷിമേഴ്സിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പം അവരെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കാൻ കഴിയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് വോളണ്ടിയേഴ്സായിട്ട് നമുക്ക് അടുത്ത് താമസിക്കുന്നവരും എല്ലാവരുമായിട്ട് ഇന്ന് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും. ഈ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോയത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവരുടെ കുട്ടികളില്ലാതാകുകയും ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അവരുടെ കുട്ടികളുടെ തന്നെ ഒരു പ്രശ്നം ഞാൻ കേട്ടത്, ഒരിക്കൽ ഞാനൊരു ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു 4-5 അമേരിക്കയിലെ മക്കളുള്ള ഫാമിലി അവരോട് യാത്ര പോവാം. അവർ പറഞ്ഞത് അവിടുത്തെ കുട്ടികൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അവരുടെ ഭാഷയും സ്ലാങ്ങും ആക്സെന്റും നമുക്കതൊരു ചെറിയ ഭാഷയായിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്ന് ദുഃഖത്തോടെ പറയുന്ന അമ്മമാരെ കണ്ട്. അപ്പൂപ്പന്മാർക്ക് കുറച്ച് മനസ്സിലാവും. ഇങ്ങനെ വലിയ എന്താണ് പല ലെയറിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ള ഒരു ഇതാണ് ഈ ശരിക്കും വാർദ്ധക്യം എന്ന് പറയുമ്പോഴേ. കുട്ടികളോടൊരു കാര്യം ശരിക്കും പറയേണ്ടത്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്യാനെങ്കിലും ഉള്ള ഒരു ഇത് കൃത്യമായി ഒരു ഷെഡ്യൂൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ വിദേശങ്ങളിൽ ഇരിക്കുമ്പം പോലും ഇപ്പം വാട്സാപ്പ് ഒക്കെ വീഡിയോ കോൾ ചെയ്യാൻ പോലുള്ള അവസരം കിട്ടുന്നു. കൃത്യമായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം മാറ്റി വെച്ച് അവരെ ഫോൺ ചെയ്യുകയും ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇപ്പം നിങ്ങൾ ഈ രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളുടെ ഭാഗത്ത് അതായത് വയസ്സാകുന്ന ആ ജനറേഷൻ്റെ ഭാഗത്തുമുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ വില കുറച്ച് കാണുകയാണ്. നമ്മൾക്ക് ജീവിക്കാനുള്ള അർഹതയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് വയസ്സായില്ലേ. ഞങ്ങളുടെ പ്രായത്തിൽ പലരും എന്നോട് പറയും, എനിക്കത് മനസ്സിലാവാത്തൊരു വാക്കാണ്, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പം കാലുവേദന വന്നെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ക്ഷീണം വന്നെന്നിരിക്കും. ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു,
പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങ് നമുക്ക് വയസ്സായി ഇവിടെ ജീവിച്ചിട്ട് അങ്ങനെ. അപ്പം ഇത് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ ഈ പിള്ളേർ നമ്മളെ വില വയ്ക്കില്ല. എനിക്കിത് വേണം, ഇത് എൻ്റെ ജീവിതമാണ്, എനിക്കിങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കണം നമ്മൾ സമൂഹത്തെ. അപ്പം അതിൻ്റെ ഒരു വലിയ ഇതൊന്ന് അതിനുവേണ്ടിയുള്ള ഫീൽഡിൽ നിൽക്കുന്നുള്ള നിലനിൽക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിനോട് എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. നിങ്ങളത് കാണുമ്പോഴും ഉണ്ട്. ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊരു വലിയ കാര്യമാണ്. അത് കേരളത്തിന് മുന്നിൽ നൽകിയ നല്ല ഒരു എന്താണ് പറയുന്നത് മാതൃകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി? ഞങ്ങള് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം വേറൊരു ഓർഗനൈസേഷനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി ഒരു കേരളത്തിൽ ഇപ്പം ഫോക്കസ് വേണ്ട ഒരു ഏരിയ ആണ് ഈ ഡിമെൻഷ്യയും മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഫോക്കസ് ചെയ്ത് ഒരു ഇന്റർവെൻഷൻ സെന്റർ. അതെ അതെ, അല്ല അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ഇനി മറുപടി. ഇനി നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ആ പഴയ ഫാമിലി സിസ്റ്റത്തിനകത്ത് ജീവിക്കാമെന്നും നമ്മൾക്ക് സന്തോഷകരമായി ജീവിതം തീർന്നു പോകുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരാനുള്ള ആളുകളുടെ സ്റ്റിഗ്മ മാറുക. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവിട്ടു എന്നൊക്കെ പറയുന്ന പഴയ സിനിമയുണ്ടല്ലോ, മറ്റേ എന്താണ് തിങ്കളാഴ്ച നല്ല ദിവസത്തിനകത്ത് നിന്നുണ്ടാക്കിയ ഒരു ഇതുണ്ട് ഇത്തരം സെൻറ്ററുകളെ കുറിച്ച്. അതൊന്ന് മാറിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വിദേശത്തുള്ളതുപോലെ തന്നെ സന്തോഷകരമായി ജീവിക്കാം, അവിടെ നമുക്കൊരു കോംറേഡറി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേഷനകത്ത് സോഷ്യൽ മീഡിയയും ഇതിൻ്റെ അകത്ത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ. അതിപ്പോ മാറി വരുന്നുണ്ട്. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നതിന് പകരം ഇത് ആർക്കും വേണ്ടാത്തവരെ കൊണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് വളരെയധികം ഒരു അപകടകരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. അതിപ്പം അറ്റ്ലീസ്റ്റ് ഇനിയുള്ളതെങ്കിലും ഒരു നമ്മൾ പറയുന്നത് ലീവ് വിത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഗ്നിറ്റി എന്നാണ്. അതെ, ഒരു വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ആരെയും കാണാതെ ജീവിക്കുന്നതിനെക്കാട്ടി എത്രയോ സുഖമാണ് ഒരു പ്രായമായവരുടെ ചിന്താഗതിയിൽ അത്തരത്തിലൊരു മാറ്റവും ഉണ്ടാവണം. കാര്യം വെച്ചാൽ ഈ ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ള പോലെ കുട്ടികൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ കുട്ടികളാണ്, പക്ഷേ കുട്ടികളുടെ സ്വപ്നത്തിൽ നിങ്ങളില്ല. ദയവായി നിങ്ങൾ അവരുടെ സ്വപ്നത്തിൽ കടന്നു കയറരുതെന്നാണ്. എന്ന് പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള തൻ്റെ ഇടവും കഴിവും ഉണ്ടാകണം. നമ്മളുടെ ഒരു ഹൗസിംഗ് ലോണൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇതുപോലൊരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പൈസ കരുതി വെക്കുകയും ഇനി ഒരു 70-55 വയസ്സ് കഴിഞ്ഞ് 10-30 വർഷം ജീവിക്കേണ്ടി വരും. അതിനുള്ള ഒരു കാരണവശാലും കുട്ടികൾക്ക് സ്വത്തൊന്നും എഴുതി കൊടുക്കാതിരിക്കുക. ജീവിക്കാനുള്ളതും മെഡിക്കൽ ചെലവിനുള്ളതും എല്ലാം മുന്നോട്ട് പോവുക, അതാണ് ചെയ്യേണ്ടത്. കണ്ടിട്ടുള്ളത് ഒരു 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് 2 വീട്, 3 കുട്ടികളെ 3 വീട് വെച്ചു കൊടുക്കും. അപ്പൊ അവരുടെ ലൈഫിലെ സേവിങ്സ് മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്. പക്ഷെ ഈ കുട്ടികൾ പലരും തന്നെ അവർക്കൊന്നും ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ പലരും വലിയൊരു ഇഷ്യൂ ഞങ്ങൾ കാണുന്നത് ലിക്വിഡിറ്റി ഭയങ്കര ഇഷ്യൂ ആണ്. അതായത് മന്ത്ലി എക്സ്പെൻസസിന് വേണ്ടി, കാര്യം ഇതെല്ലാം അസറ്റിൽ ബ്ലോക്ക്ഡ് ആയി കിടക്കുകയാണ്. അപ്പം ഇനിയുള്ള ജനറേഷനെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ചെയ്യുക. ഒരു ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു 30 years to 35. പിന്നെ വേറൊന്നും ഈ വീടുകൾ വെച്ചിട്ട് അതിൽ താമസിക്കാൻ ആൾക്കാരില്ല, കൂട്ടിയിടുകയാണ്. അപ്പൊ ഈ മക്കൾക്കുള്ള എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലിക്വിഡിറ്റി ഒരു വലിയൊരു ഫാക്ടറാണ്. അത് നമ്മുടെ പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ടതാണ് ഒരു പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ്. ഈ പ്രോജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ, പ്രധാന 2 കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, ഈ പിന്നെ ഈ പ്രോജക്റ്റ് കണ്ടെത്തി ഇതിലേക്ക് വന്നത് കുട്ടികൾ വാങ്ങി ഇത് അവരുടെ പേരൻസിന് കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നതാണ് ആദ്യ കാലഘട്ടത്തിൽ. പരസ്യമെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത് വാങ്ങിച്ചിരിക്കുന്ന മുഴുവൻ 99% അവർ തന്നെയാണ് വാങ്ങേണ്ടത്. അവര് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് ആ പേരൻസ് തന്നെയാണ് അവരുടെ ജീവിതമാണ്. രണ്ടാമത്തെ കാര്യം, പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഒരു വിജയം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകൾക്ക് അടുക്കളയോടുള്ള മടുപ്പും സ്ത്രീകൾക്ക് ഹൗസ് കീപ്പിങ്ങിനോടുള്ള മടുപ്പും ഞങ്ങൾ കണ്ടത് സ്ത്രീകളാണ് ഇത് ആദ്യം ചൂസ് ചെയ്തത്. കാര്യം ഈ ഹൗസ് കീപ്പിങ്ങും അടുക്കളയും കയറണ്ടാത്ത ഒരു ലോകം അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയ പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ്. അതൊരു വലിയ കാര്യങ്ങൾ ഇപ്പം അവർ കൂടുതൽ ചെയ്യും. ഇപ്പൊ എന്തായാലും ലക്ലി കുറെയൊക്കെ ഇത് മാറി വരുന്നുണ്ട് സോഷ്യൽ ഇത്. അപ്പൊ നമ്മളാണെങ്കിൽ തന്നെ മാക്സിമം പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ അപ്പൊ മാക്സിമം ട്രാവൽ ചെയ്യാനും നമ്മുടെ പാഷൻ ഇത് ചെയ്യാനും
കൂടുതൽ വളർത്താനും അതേപോലെ തന്നെ ഇപ്പം എൽഡേഴ്സിനും അത് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരും അത് ചേഞ്ച് ചെയ്ത് തന്നെ വന്നു. അതെ, അപ്പോൾ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും അവനവനോടുള്ള ഒരു കെയർ, അവനവനല്ലേ അവളവളെ കെയർ ചെയ്യാനുമുള്ള ഒരു സംസ്കാരം നമ്മൾ ശരിക്കും വളർത്തിയെടുക്കുകയാണ് വൃദ്ധർ എന്നുള്ള നില. ജനസമൂഹത്തിൽ തനിയെ അവർ തന്നെ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. പുതിയ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും തിരുത്താനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ നന്നായി നോക്കുന്നില്ലെങ്കിൽ കളക്ടർക്ക് വരെ ഇടപെടാനുള്ള ഒരിതുണ്ട്. അത് പക്ഷെ ഈ മക്കളോടുള്ള സ്നേഹവും എന്താണ് മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ള ആ പഴയ ഒരു ചിന്തയും ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട, ഏറ്റവും മാറ്റങ്ങൾ വരേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു വിഷയത്തിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എലൈവും റെയിൻബോയും ഇനിയും ഒരുപാട് പുരോഗതി ഉണ്ടാകട്ടെ, ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് പുതിയതായി ഉണ്ടാക്കി മാറ്റങ്ങൾ ഒരുപാട് ഇവിടെ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. 4 പേർക്കും ആശംസകൾ. താങ്ക് യു.